എറണാകുളത്ത് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സന്ധ്യ കല്യാണിയുമായി ആദ്യം എത്തിയത് ആലുവ മണപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 5:30-ക്കാണ് നടപ്പാലത്തിന്റെ നടയിലെത്തിയത്. ഓട്ടോ ഡ്രൈവർ വിജയൻ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഇവരോട് ചോദിച്ചു. പിന്നീട് ഇവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഈ കുഞ്ഞിനെ നേരത്തെ ഈ പുഴയിൽ, ചാലക്കുടി പുഴയിൽ എറിയുന്നതിന് മുൻപ് ആലുവയിൽ പോയത് ഒരുപക്ഷെ ഈ പെരിയാറിൽ കുട്ടിയെ ഉപേക്ഷിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് അർജുൻ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതായത് ഈ കുട്ടിയെ സന്ധ്യ അങ്കനവാടിയിൽ നിന്ന് കൂട്ടുന്നു, അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ തിരുവാങ്കുളത്തെത്തുന്നു, അവിടെ നിന്ന് ബസ്സിൽ ആലുവയിലേക്ക് എത്തുന്നു. ആലുവയിൽ ഈ മണപ്പുറത്ത് വെച്ച് പെരിയാറിലേക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കണം എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആലുവ മണപ്പുറത്തിനോട് ചേർന്നുള്ള നടപ്പാലമുണ്ട്. ഈ നടപ്പാലത്തിൻ്റെ നടയിൽ വൈകിട്ട് ഏതാണ്ട് 5:30-ക്ക് അസ്വാഭാവികമായ രീതിയിൽ സന്ധ്യയും ഈ കല്യാണിക്കൊപ്പം ഇരിക്കുന്നത് അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ കണ്ടിരുന്നു. ഓട്ടോ ഡ്രൈവറായ വിജയൻ എന്നൊരു ഡ്രൈവർ ഇവരുടെ അടുത്തേക്ക് എത്തുകയും എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ചുമ്മാ ഇരിക്കുകയാണ് എന്നായിരുന്നു അവർ മറുപടി നൽകിയത്. ഇത് ചുമ്മാ ഇരിക്കാനുള്ള സ്ഥലമല്ല എന്നവർ തിരിച്ച് പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഈ സന്ധ്യ കല്യാണിയുമായി അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. ഒരു സംശയം തോന്നിയ വിജയൻ ഈ സന്ധ്യയുടെ പിറകെ എങ്ങോട്ടാണ് പോകുന്നത് എന്നവർ നോക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട സന്ധ്യ ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിക്കുകയും ആ ഓട്ടോറിക്ഷയിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവർ ഈ മൂഴിക്കുളം പാലത്തിന് സമീപത്തേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഈ ചാലക്കുടി പുഴയിൽ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഈ വിജയൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആദ്യം എത്തിയത് ആലുവയിലാണ് എന്നും അവിടെ നിന്ന് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ അവർ പദ്ധതി ഇട്ടിരുന്നു എന്നുമാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാവുക. എന്തായാലും കൃത്യമായ ഗൂഢാലോചനയും ആസൂത്രണവും ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഡോക്ടർ തീർച്ചയായിട്ടും അർജുൻ, അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. മൗളി അലക്സാണ്ടർ പറയുന്നു ഷീ ഈസ് ഡെവിൽ. ജിജീഷ് പറയുന്നു അമ്മ മകളെ കൊല്ലുന്നു, മകൻ അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. പെരിയാറിൻ്റെ തീരത്ത് ആലുവ ടെമ്പിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, അവിടെ കാണുന്ന കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ അമ്മയുടെ മനസ്സ് അപ്പോഴും എന്തായിരുന്നു? എവിടെയാണ് ഇവളെ കളയേണ്ടത്, എവിടെയാണ് ഇവളെ മുക്കേണ്ടത് എന്നുള്ള ഒരു മനോഭാവത്തിലായിരിക്കില്ലേ? എത്ര സങ്കീർണമായൊരു മനസ്സായിരിക്കുമല്ലേ, സംഘർഷഭരിതമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് ആ കുട്ടിയെ പുഴയുടെ മുകളിൽ നിന്നെടുത്ത് താഴേക്കിടുകയാണ്. നമുക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആ അമ്മ അത് ചെയ്തിരിക്കുന്നത്.